ഹരേ കൃഷ്ണ. എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങുമ്പം ചെറിയ രീതിയിൽ വഴിപാടുകളൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അഭിവൃദ്ധികളൊക്കെ വന്നു തുടങ്ങാറുണ്ട്. ചെറിയ രീതിയിൽ തടസ്സങ്ങളൊക്കെ മാറി ഇങ്ങനെ നല്ല രീതിയിൽ വരും. നമ്മൾ പതുക്കെ ഭഗവാനിൽ നിന്ന് അകന്നു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ വീണ്ടും പഴയതിന്റെ മുമ്പത്തെ അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. എന്നാൽ അഭിവൃദ്ധികൾ വന്നു തുടങ്ങിയതിന് ശേഷം ആ അഭിവൃദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അവരുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. സഹസ്രനാമ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ഒരു പുഷ്പാഞ്ജലി ഉണ്ട്. സഹസ്രനാമാർച്ചന എന്ന് പറയും. ഭഗവാൻ ശ്രീകൃഷ്ണന് സഹസ്രനാമാർച്ചന നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അഭിവൃദ്ധി നിലനിർത്താനും അതിന് മുകളിലേക്ക് ഉയരാനും സാധിക്കും. അപ്പൊ ഈ വഴിപാട് കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിശ്ചയിക്കുക. വ്യാഴാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം. ആഴ്ചയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യാഴാഴ്ച നടത്തുക. മാസത്തിൽ ഒരു പ്രാവശ്യം നടത്താൻ പറ്റുന്നവരും ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച കണ്ടുപിടിച്ചിട്ട് ആ വ്യാഴാഴ്ച നടത്തുക. കൃത്യമായിട്ട് മുടങ്ങാതെ അമ്പലത്തിൽ പോയിട്ട് ഇത് നടത്തുകയാണെങ്കിൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വഴിപാട് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അഭിവൃദ്ധി ഒരിക്കലും പുറകോട്ട് പോകില്ല എന്ന് മാത്രമല്ല, മേൽക്ക് മേൽ നാൾക്ക് നാള് അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ എല്ലാവരും ശ്രമിച്ചു നോക്കാം. ഹരേ കൃഷ്ണ.